ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വഴിക്ക് വെച്ച് പുള്ളീനെ കണ്ടപ്പോൾ പുള്ളിയുടെ മുഖത്ത് നോക്കിയപ്പോൾ നല്ല വിഷമം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, എന്താ അത്ര വിഷമിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു ഒന്ന് വിഷമമൊക്കെ കേട്ട് ചില്ല് ചെയ്തിട്ട് പോകാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി തിരഞ്ഞെടുത്തൊരു സ്പോട്ടാണിത് കേട്ടോ. നമ്മുടെ സെൻറ് തോമസ് റോഡിലുള്ള ചുരുട്ടി എന്നാണ് ഈ ഒരു സ്പോട്ടിൻ്റെ പേര് വരുന്നത്. അത്യാവശ്യം ഒത്തിരി പേർക്ക് വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസോടുകൂടി നല്ല വൃത്തിയോടുകൂടിയുള്ള ഒരു തറവാട് സെറ്റപ്പ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവളോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവളുടെ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഏതൊരു മാനേജ്മെൻറ്റ് ഒരു കമ്പനികളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും ഉള്ളത്. അവൾക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം അത്യാവശ്യം പുള്ളി നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ മാത്രം കമ്പനി പരിഗണിക്കുന്നു, അവരെ മാത്രം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഹൈക്ക് കൊടുക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുള്ളിക്ക് മാനസികമായിട്ട് കുറച്ച് ഡെസ്പായിപ്പോയി. പക്ഷേ തന്നെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാനുള്ളൊരു ധൈര്യം പോലും കിട്ടുന്നില്ല പുള്ളിക്ക്. സിറ്റുവേഷൻസ്. അപ്പോൾ ഞാനതൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി അത് അത്ര രസകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ അല്ല പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, തുറന്ന് സംസാരിക്കൂ, ആരാണ് നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ അവരോട് സംസാരിക്കാനായിട്ട്. ശരിക്കും ഒരു മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള റൂളുകളൊക്കെ എടുത്തു മാറ്റി നിൽക്കുന്നവർക്ക്, പ്രയത്നിക്കുന്നവർക്കല്ലേ ശരിക്കും ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിരിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞങ്ങൾ നല്ല അവക്കാഡോ ഷേക്കും ഷവർമയൊക്കെ കഴിച്ച് ചില്ലായിട്ടാണ് അവിടെ നിന്ന് വന്നത്. ആ ഒരു ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ഒരു ഓണർ തന്നെയാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അങ്ങനെ നല്ല വിഷമത്തോടു കൂടി വന്ന കുട്ടി അത്യാവശ്യം ചില്ലായി സന്തോഷത്തോടു കൂടി ആത്മധൈര്യമൊക്കെ കിട്ടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു സ്റ്റോറി ഇതാ ഈ ചേട്ടനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ ഫ്രം വിനയ്.